അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ അസോസിയേഷനിലെ അംഗങ്ങളായിട്ടുള്ള ഓരോ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളോടൊപ്പം നാടിന്റെ പൊതുവായ ആവശ്യങ്ങളും വികസന കാര്യങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഈ അസോസിയേഷന് വലിയ പങ്കുണ്ട്. അങ്ങനെയാണ് അസോസിയേഷൻ ചില കാര്യങ്ങൾ ഇതുപോലൊരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ അന്ന് നമ്മുടെ അടുത്ത് സൂചിപ്പിക്കുകയും അത് ചിലതൊക്കെ നമുക്കിപ്പോൾ യാഥാർത്ഥ്യമാക്കി എടുക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഫിലിപ്പേട്ടൻ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ ചേർന്ന് അവർക്ക് മുൻകൈ എടുത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചില കാര്യങ്ങൾ നമുക്ക് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ചെയ്യേണ്ടതാണ്. ചിലതിന് നമുക്ക് റെയിൽവേ ഒക്കെ ആയതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അനുമതിയൊക്കെ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇതെല്ലാം നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഞങ്ങളെല്ലാവരും ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സണും വാർഡ് കൗൺസിലറും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും മറ്റ് മുൻ ജനപ്രതിനിധികളും എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അക്കാര്യത്തിൽ സാധ്യമായ ഇടപെടലുകൾ നടത്തുവാനായിട്ട് മുൻപിലുണ്ടാകും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കൂട്ടായ്മകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രദേശത്ത് താമസിക്കുന്ന എല്ലാവരും അവിടെ കക്ഷി രാഷ്ട്രീയമോ ജാതിമത ചിന്തകളോ വലിപ്പച്ചെറുപ്പമോ ഒന്നും കൂടാതെ എല്ലാവർക്കും ഒത്തുകൂടാവുന്ന ഒരു വേദിയാണ് റെസിഡന്റ് അസോസിയേഷൻ എന്നുള്ളത്. നമുക്ക് ഇതുപോലുള്ള കൂട്ടായ്മകളാണ് നമ്മുടെ നാടിന്റെ കരുത്ത്. നമുക്കറിയാം, അല്ലെങ്കിൽ സാധാരണ പള്ളിയിൽ പോകുന്ന ആളുകൾ എല്ലാ ഇടവേളകളിലും കൃത്യമായി പള്ളിയിലെ യൂണിറ്റുകളിൽ ചേരും. SNDPയുടെ ആണെങ്കിൽ ശാഖകൾ കൂടും, NSSന്റെ കരയോഗം കൂടും. ഒരു പ്രദേശത്തുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുമിച്ച് വരാവുന്ന ഒരു വേദി റെസിഡന്റ് അസോസിയേഷനാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് നമ്മൾ പുതുതലമുറയിൽപ്പെട്ട ആളുകളെല്ലാം നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പല പരിപാടികളിലും ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. പങ്കെടുക്കുന്ന ആളുകളെ നോക്കിയാൽ ഒന്നെങ്കിൽ 50 വയസ്സിന് മേലെ പ്രായമുള്ള ആളുകൾ, അല്ലെങ്കിൽ 15 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകൾ. ഇതിനിടയ്ക്കുള്ള ആളുകളെ കണ്ടുകിട്ട് പ്രയാസം അപൂർവമായിട്ടൊക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്കുള്ള ആളുകൾ പഠന ആവശ്യമായിട്ടും ജോലി ആവശ്യമൊക്കെ ആയിട്ടും നാട്ടിൽ പല ഭാഗങ്ങളിലായിരിക്കും. ഇന്ന് വലിയൊരു വിഭാഗം ആളുകൾ വിദേശങ്ങളിലേക്ക് കടന്നു പോവുകയും ഒക്കെയാണ്. ഈ ഒരു ട്രെൻഡ് മുന്നോട്ട് പോയാൽ അടുത്തൊരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രായമായ ആളുകളുടെ എണ്ണം പെരുകും. ഇപ്പോൾ ജപ്പാനിലൊക്കെ പോയ ആളുകൾ പറയുന്നത് അവിടെ പ്രായമായ ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുടുംബങ്ങളിൽ പലരും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂടിച്ചേർന്ന് പരസ്പരം അറിയുകയും പരസ്പരം ഇടപെടുകയും ഓരോ കാര്യങ്ങളിലും സഹകരിച്ച് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ അന്വേഷിക്കാനും പറയാനും ഒന്നും ചിലപ്പോൾ ആരും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കൂട്ടായ്മകൾ കൂടുതൽ ശക്തമായി എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന ഡോക്ടർ പോൾ മാമ്പിള്ളി ഈ പ്രദേശവാസികൾക്കോ അല്ലെങ്കിൽ അങ്കമാലിക്കാർക്കോ പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വ്യക്തിത്വമായിരുന്നു. വളരെ നിസ്വാർത്ഥമായ സേവനം ഈ നാടിന് നൽകി. സ്തുത്യർഹമായ സേവനം എന്ന് പറഞ്ഞാൽ സ്തുതിക്കർഹമായ സേവനം എന്നാണ് അർത്ഥം. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ സ്തുതിക്കർഹമായ സേവനം നൽകി കടന്നുപോയ ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ് നമിക്കുന്നു. ഈ റെസിഡന്റ് അസോസിയേഷൻ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ ഈ കാണുന്ന ഒരു കെട്ടുറപ്പോടുകൂടി, സഹകരണത്തോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി ഇനിയും മുന്നോട്ട് പോകുവാൻ, ഏറെ ദൂരം മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. ഈ കുടുംബ വാർഷികവും അനുസ്മരണ സമ്മേളനവും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.